എരുമേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ അപമാനകരമായ ഒരു കാര്യം ഇന്നാട്ടിലെ പൊതുജനത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 23-ാം തീയതിയിലെ പഞ്ചായത്തിന്റെ ജനറൽ കമ്മിറ്റിയിൽ ജീവനക്കാരി എന്ന ഒരു അജണ്ട വെക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ കരാർ ജീവനക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന 2 കുട്ടികളെ പിരിച്ചുവിടുന്നതിന് തീരുമാനമെടുക്കുകയും അത് തികച്ചും നിയമവിരുദ്ധമാണ്. കാരണം ഒരാളെ 2 വർഷത്തെ കരാറിലും ഒരാളെ 1 വർഷത്തെ കരാറിലുമാണ് നിയമിച്ചിട്ടുള്ളത്. അവരെ കരാർ കാലാവധിക്ക് മുമ്പ് പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിലെ ജീവനക്കാരിയെ പിരിച്ചുവിടണമെങ്കിൽ ജില്ലാതല അപ്പലൈസർ അതോറിറ്റിയുടെയും പഞ്ചായത്ത് ഡയറക്ടറുടെയും ഒക്കെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ അവരെ പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഇത് യാതൊരു വീഴ്ചയും ഇല്ലാതെ ഈ ഇവരെ 2 പേരെയും പിരിച്ചുവിടുന്നതിന് തീരുമാനിക്കുകയും അതിനുശേഷം 1-ാം തീയതിയാണ് തൊഴിലുറപ്പിലെ കുട്ടിക്ക് നോട്ടീസ് കൊടുക്കുന്നത്. പിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഓർമ്മിക്കണമെന്നുള്ളത് നോട്ടീസ് കൊടുക്കുകയും ഇതൊക്കെ തികച്ചും ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യങ്ങളാണ്. അപ്പൊ അതിനുശേഷം അവര് പല ആളുകൾ പല പ്രാവശ്യം അവർ പലതരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും അവരുടെ ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴൊക്കെ അവര് പറയുന്നത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ്, അതായത് ഇവരെ അയോഗ്യയാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ അവരെ ജോലിയിലേക്ക് അവരുടെ പേരിൽ നടപടിയെടുക്കില്ല എന്നാണ് പറയുന്നത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധവും അല്ലെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണ്. അതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒക്ടോബർ മാസം 30-ാം തീയതി നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി മറിയാമ്മ സംഘി LDF പക്ഷത്തേക്ക് ജയിക്കുകയും അവർ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം നിയമ നടപടി എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഞങ്ങളെ എന്നെയും ബിനോയ് മെമ്പറേയും കൂടെ ഇതിന്റെ കേസ് നടപടിക്ക് സംബന്ധിച്ച ചുമതലകൾ ഏൽപ്പിച്ചു. ഞങ്ങൾ 1-ാം തീയതി തന്നെ വക്കീലിനെ കാണുകയും നവംബർ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതുമാണ്. ഞാൻ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മിനിങ്ങാന്ന് വിളിച്ചപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു കേസ് പിൻവലിച്ചെങ്കിൽ മാത്രം അവർക്ക് തുടരാൻ അനുവദിക്കാം എന്ന് പറയുന്നു. അപ്പൊ അത് കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ നിങ്ങളെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. കാരണം നമ്മുടെ ജനാധിപത്യം എന്തേലും തകർന്നിരിക്കുന്നു. ഒരാളുടെ വ്യക്തി താല്പര്യത്തിനു വേണ്ടി തികച്ചും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അപ്പൊ ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റിനോട് തന്നെ പറഞ്ഞു ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ മാധ്യമങ്ങളെ അറിയിക്കും. കാരണം അവർക്കൊരു ധാർമ്മിക ബോധവും ഇല്ല ഇക്കാര്യത്തിൽ. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ പ്രസിഡന്റായി കൊണ്ടു നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPIM എന്ന് പറയുന്ന പാർട്ടിക്കോ ധാർമ്മികത ലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്.